യാക്കോബ് മരണസമയത്ത് തൻ്റെ മക്കളെ എല്ലാം അരികിൽ വിളിച്ചു അനുഗ്രഹിക്കുവാനായി. എന്നാൽ അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചിലരെ ശാപം പറയുവാനിടയായി. രൂബേനെ ശപിച്ചു, ലേവിയെ ശിമയോനെ ശപിച്ചു. ലേവിയെ ശാപം പറഞ്ഞു അപ്പൻ. അവരുടെ കൂട്ടായ്മയിൽ പോലും പങ്കെടുക്കരുതെന്നാ പറഞ്ഞത്. എന്നാൽ അപ്പൻ ലേവിയെ ശപിച്ചെങ്കിലും അപ്പന്റെ വാക്ക് അവസാന വാക്കായിരുന്നില്ല ലേവിയുടെ ജീവിതത്തിൽ. ദൈവപുരുഷനായ മോശ ദൈവസന്നിധിയിൽ പോയി കൽപ്പനകളുമായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മോശ നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച താൻ കണ്ടു. മിസ്രൈമിൽ നിന്നും, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് കടന്നു വന്ന ജനം. ആമേൻ. മിസ്രൈം വിട്ടെങ്കിലും അവർ മിസ്രൈമിനെ വിട്ടിരുന്നില്ല. ആമേൻ. അവിടെ മോശ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. അവിടെ യഹൂദ വന്നില്ല, രൂബേന്യ ഗോത്രം വന്നില്ല, മറ്റ് ഗോത്രങ്ങളെല്ലാം ചിന്തിച്ചു നിൽക്കുമ്പോൾ ഇതാ അപ്പന്റെ ശാപം കിട്ടിയ ലേവി ഗോത്രം മോശയുടെ സമീപത്തേക്ക് വന്നു. ലേവി ഗോത്രം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ ലേവിയുടെ ചരിത്രം അവിടെ തിരുത്തി കുറിക്കപ്പെടുകയായിരുന്നു. അപ്പൻ ശപിച്ചവനെങ്കിലും ദൈവത്തിനു വേണ്ടി നിൽക്കാൻ ലേവി ഗോത്രം തയ്യാറായപ്പോ ലേവിയെ സ്വർഗം അനുഗ്രഹിക്കുവാനിടയാ. ഏത് പാരമ്പര്യ ശാപം നിന്റെ വീട്ടിലുണ്ടെങ്കിലും, ഏത് ശാപത്തിന് കീഴിലാണ് നിന്റെ തലമുറയെങ്കിലും, വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടിച്ചേരുന്നു. ഒരു ശാപം നിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ട്, ആ ശാപം നിന്നെ വല്ലാതെ പ്രഹരിക്കുന്നു എന്നത് കണ്ട് അത് നിന്റെ അവസാനമാണെന്ന് ചിന്തിക്കരുത്. എപ്പോൾ നീ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുന്നു, എപ്പോൾ നീ ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്നു, അന്ന് മുതൽ നിന്റെ ചരിത്രം തിരുത്തപ്പെടാൻ പോവുകയാ. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു, അവന്റെ ജീവിതത്തിലെ ശാപങ്ങൾ പൊട്ടാൻ പോവുകയാ.